ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ തുടങ്ങിയ ശേഷം നമ്മളൊന്ന് നന്നാവാൻ തീരുമാനിച്ചല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അലാം സ്നൂസ് ചെയ്യാതെ കൃത്യം 5 മണിക്ക് തന്നെ എഴുന്നേറ്റു കേട്ടോ. പിന്നെ ഇപ്പോൾ കയ്യിലുള്ളതാണ് കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ പണിയായുധം, എൻ്റെ ടെക്സ്റ്റ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞും ഒക്കെ എൻ്റെ കൂടെ കാണും. തലയണയ്ക്ക് പകരമല്ല കേട്ടോ, പഠിക്കാൻ തന്നെ. പണ്ട് വെള്ളം തെളിച്ചൊക്കെ ആയിരുന്നു എൻ്റെ പൊന്നമ്മച്ചി എന്നെ ഉണർത്തിയിരുന്നത്. വെള്ളം തളിച്ചു എന്നൊക്കെ ഞാനൊരു സ്റ്റൈലിന് പറഞ്ഞതാണ്. വെള്ളം എടുത്ത് കമത്തി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വല്ല വേലിപ്പത്തലൊക്കെ ഊരി അടിക്കാൻ വരുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു എന്നെ ഉണർത്തിയിരുന്നത്. ഇപ്പോഴോ കാലത്തിൻ്റെ ഓരോ പോക്കേ, മനുഷ്യന്മാരുടെ ഓരോ മാറ്റമേ, 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നു. ഈ വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് എനിക്ക് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. 4:30 5 മണി അത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എപ്പോൾ എഴുന്നേറ്റാലും ഞാൻ ഉദ്ദേശിച്ച സമയത്തിൻ്റെ അരമണിക്കൂർ വൈകിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. കാരണം ഞാൻ അലാം സ്നൂസ് ചെയ്യും. നമ്മൾ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇത് കേട്ടോ. എന്തായാലും നമുക്കങ്ങോട്ട് എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി നല്ല തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി പഠിക്കാനിരിക്കാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:15 കുറച്ച് നേരം ആയല്ലോ വാചകോടി തുടങ്ങിയിട്ട്. 5:15 തൊട്ട് ഒരു 6:30 അത്രയും വരെയൊക്കെ നമുക്ക് പഠിക്കാം. സ്റ്റാർട്ടിങ് അല്ലേ, വെളുപ്പിനെ ഒന്ന് പഠിച്ചു തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് വെളുപ്പിനെ അങ്ങോട്ട് തുടങ്ങാം. തൊട്ടപ്പുറത്തെ വീടുകളിലൊക്കെ എല്ലാവരും എഴുന്നേറ്റു കേട്ടോ. കാരണം 5 മണിയായല്ലോ. എല്ലാവരും ഒരു 4:30 5 മണി ആ സമയമൊക്കെ എഴുന്നേക്കും. എന്തായാലും തൊട്ട് ഫ്രണ്ടിലെ വീട്ടിലും സൈഡിലെ വീട്ടിലും ഒക്കെ എല്ലാവരും എഴുന്നേറ്റു. അതാണ് ഞാൻ ഈ നെഞ്ചും വിരിച്ച് നടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ വല്ല കാക്ക വല്ലതും കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വല്ല ചാക്കിനകത്തും കയറിയേനെ. രാവിലെ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സമയമല്ലേ, പ്രത്യേകിച്ച് വെളുപ്പിനെ. അതുകൊണ്ട് തന്നെ 5 മണി തൊട്ട് 6:30 വരെ ആ ഒരു സമയമാണ് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. രാവിലെ ഒന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഒരു 1.5 മണിക്കൂർ നമുക്ക് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് 6:30 തൊട്ട് 8:30 വരെ ബിസി ആയിരിക്കും. കാരണം കുഞ്ഞുങ്ങളെ 2 പേരെ എഴുന്നേൽപ്പിക്കണം, ബ്രഷ് ചെയ്യിക്കണം, കുളിപ്പിക്കണം, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ അവരെ വിടണം, ബസ് കയറ്റി വിടണം. അതുകൊണ്ട് ആ സമയം വരെ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരുപാട് സമയം കിടപ്പുണ്ട്. പഠിക്കാം, കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ വെളുപ്പിന് എഴുന്നേൽക്കുന്നത് എനിക്കും ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എഴുന്നേറ്റ് വരുന്ന ഒരു 10-15 മിനിറ്റിലത്തേക്ക് ഒരു ഉറക്കപ്പിച്ച അല്ലെങ്കിൽ ഉറക്കച്ചടവ് എന്നൊക്കെ പറയാം. മൊത്തത്തിലൊരു ബോധമില്ലാത്ത അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെയും പോയി കിടക്കണം, അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. സ്വാഭാവികമാണ്, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സുഖം, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അത് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് രാത്രി വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ദിവസം 24 മണിക്കൂറൊന്നും അല്ലേ, അതിൽ കൂടുതലുണ്ടോ എന്ന് തോന്നും. കാരണം ആ ഒരു ദിവസത്തിന് ഭയങ്കര ലെങ്ത് തോന്നും. നമ്മളൊരു 10-11 മണിക്കൊക്കെ എഴുന്നേറ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് ഉച്ചയാവും, ഫുഡ് കഴിക്കും, പിന്നെ പെട്ടെന്നൊരു സന്ധ്യയാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാതാവും. ഒരു ദിവസം നമുക്ക് വെറുതെ പോവും, പാഴായി പോവും. ഇതിപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട്. നല്ല രസമാണ് എഴുന്നേൽക്കാൻ. ഇത് ഞാൻ തലേന്ന് അപ്പത്തിന് അരച്ച് വെച്ച മാവാണ്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടൊന്ന് കലക്കി റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പോയി പഠിക്കാം. അപ്പോഴത്തേക്ക് ഇതിരുന്ന് റെഡിയായി സെറ്റാവും. ഈ അപ്പത്തിന് മാവ് ഒരു തുള്ളി, ഒരു സ്പൂൺ പോലും തേങ്ങയോ ചോറോ ഒന്നും ചേർക്കാതെ അരച്ച് വെച്ചേക്കുന്ന കേട്ടോ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. നല്ല ഗോൾഡൻ കളറിൽ നല്ല അരികൊക്കെ മൊരിഞ്ഞ്, കടയിൽ പോലും അത്ര സൂപ്പറായിട്ട് കിട്ടത്തില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ രേഖാസ് ഡ്രീം കിച്ചൺ അങ്ങനൊരു ചാനൽ കണ്ടിട്ട് അവരുടെ റെസിപ്പി നോക്കി ഞാൻ അരച്ച് വെച്ചതാട്ടോ. അടിപൊളിയായിരുന്നു. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചായ കുടിച്ചിട്ടാട്ടോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് നമുക്കിന്ന് അപ്പത്തിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ്. അപ്പം ആ മുട്ടയൊക്കെ എടുത്തൊന്ന് കഴുകി കുക്കറിലേക്ക് ഇടാം. കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് പോയി പഠിക്കാം. ഞാൻ ഈ അടുക്കളയിലേക്ക് വെളുപ്പിനെ വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ക്യാൻഡിൽസ് കത്തിച്ച് വെക്കും കേട്ടോ. സെൻറ്റഡ് ക്യാൻഡിൽസ്. സെൻറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ, വലിയ സെൻറ്റൊന്നുമില്ല, വലിയ കാര്യമായിട്ടുള്ള മണമൊന്നുമില്ല. എന്നാലും ആ ഒരു വെളുപ്പിനത്തെ ആംബിയൻസ് ഉണ്ടല്ലോ, അതിനെ ഒന്നും കൂടെ ഒരു ഭംഗിയാക്കാനൊക്കെ ഇത് സഹായിക്കും. മൊത്തത്തിൽ രാവിലത്തെ ആ ഒരു സൈലൻസും നല്ല തണുപ്പും, മൊത്തത്തിൽ ആ വെളുപ്പിനത്തെ ആ ഒരു അന്തരീക്ഷത്തെ ഒന്നും കൂടെ ഭംഗിയാക്കി അടിപൊളിയാക്കാൻ ഇതിൻ്റെ ആ ഒരു ലൈറ്റും ചെറിയൊരു മണവും എല്ലാം സഹായിക്കും. ഇന്ന് എനിക്ക് പ്രധാനപ്പെട്ട 2 പണിയുണ്ട് കേട്ടോ. ഒന്ന്, ഫ്രിഡ്ജ് വൃത്തിയാക്കണം. സാധാരണ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നത്. അപ്പോൾ ആ പച്ചക്കറി വാങ്ങിക്കുന്നതിൻ്റെ തലേ ദിവസമോ അന്നത്തെ ദിവസമോ നമ്മൾ ഫ്രിഡ്ജ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് അതിനകത്തിരിക്കുന്ന ടിന്നെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി അതിനകത്ത് കൊണ്ടുവരുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് വെക്കും.
ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം നമ്മൾ പച്ചക്കറി വാങ്ങിച്ചിട്ട് അത് 2 ആഴ്ചത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ വൃത്തിയാക്കാം എന്ന് വെച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പച്ചക്കറി എല്ലാം കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച കുറച്ച് കോവയ്ക്കയും പിന്നെ കുറച്ച് പച്ചമുളകും മാത്രമാണ് ബാലൻസ് ഉള്ളത്. അതിനകത്ത് കുറച്ചൊക്കെ എടുത്ത് നമുക്ക് മെഴുക്ക് വരട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരുന്ന പച്ചക്കറികളൊക്കെ വൃത്തിയായിട്ടിട്ട് വെക്കാം. പിന്നെ നമ്മൾ ഈ മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് അതാത് സഞ്ചികളിലാക്കി കബോർഡിനകത്ത് തന്നെ ഇരിക്കുക, അതൊന്നും എടുത്ത് വെച്ചില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വേണ്ടതൊക്കെ ടിന്നിനകത്തൊക്കെ ആക്കി വെച്ച് ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഫ്രിഡ്ജിന് അതിനു വേണ്ടി അഴുക്കില്ല കേട്ടോ, കാരണം ഓരോരോ ബോക്സിലാക്കി വെക്കുന്നത് കൊണ്ട് പറയത്തക്ക വലിയ അഴുക്കില്ല. പിന്നെ എന്നാലും പച്ചക്കറി വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകുകയാണെങ്കിൽ എപ്പോഴും ഒരു ഫ്രഷായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. ഫ്രിഡ്ജ് എപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാലും ഒരു പുതുമ കാണും, നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാനെങ്ങാനും വെളുപ്പിനെ എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ സിദ്ധു അടി ഉണ്ടാക്കും കേട്ടോ. സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് വെളുപ്പിനെ എഴുന്നേൽക്കുന്നത്. ഒരു 4-നോ 4:30-ക്കോ 5 മണിക്കോ ഒക്കെ വിളിച്ചാലും എഴുന്നേൽക്കും. പക്ഷേ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് എഴുന്നേൽപ്പിച്ചില്ല. ഒരു 9-9:30 ആയപ്പോൾ രണ്ടുപേരും ഉറങ്ങി. എന്നാലും കുറച്ച് നേരോടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഒരു 6:30 6:45 ആകുമ്പോൾ അവന്മാരെ വിളിക്കും. എന്നാലേ കറക്റ്റ് സമയത്ത് ബസ് വരുന്നതിന് മുമ്പ് നമുക്ക് ആ സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറ്റൂ. കാരണം രണ്ടും കൂടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഒരു 5-10 മിനിറ്റ് പിന്നേലും ആ സോഫയിലും ഒക്കെ കിടന്ന് അങ്ങനെയൊക്കെ പയ്യെ എഴുന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു 6:30 6:45 ആകുമ്പോഴത്തേക്ക് വിളിക്കാമെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യാം. പിന്നെ പതിവ് പോലെ തന്നെ പാൽപ്പാടി എടുത്ത ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് വെച്ചാൽ കേട്ടോ നമുക്ക് നെയ്യാക്കാനുള്ളത്. അതൊക്കെ ചെയ്ത് ചായ ഇടാനൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി നിൽക്കുക. അപ്പോൾ ആ ഫ്രണ്ടിലെ വീട്ടിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അവരൊക്കെ എഴുന്നേറ്റു. ഏകദേശം ഒരു 5:45 ഒക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ആളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക, ചെടിയൊക്കെ നോക്കിയത് വെറുതെ നോക്കിയത് കേട്ടോ. രാത്രിയിലും ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടോ നോക്കിയിട്ടോ ഒക്കെയാണ് കയറി പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും. എന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുമ്മാ അതിങ്ങനെ ഒന്ന് കറങ്ങി നടക്കുക, അതേ ഉള്ളൂ. എന്നിട്ട് ഇനി പോയി ചായ എടുത്തുകൊണ്ട് വരട്ടെ, ചായ കൊണ്ടുവന്ന് നമുക്ക് കുടിക്കാം. ഈ കറങ്ങി നടക്കുന്ന അല്ലാതെ പഠിക്കുന്നതൊന്നും കാണുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പഠിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് വന്ന്. പക്ഷേ അങ്ങനെ അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ട് ബോറടിക്കണ്ടല്ലോ. അപ്പം നമ്മൾ ചെറിയ ഓരോ ഭാഗങ്ങളെല്ലാം കാണിക്കുന്നുള്ളൂ. പഠിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ അമ്മമ്മമാർ അപ്പൂപ്പന്മാർ അവരൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ കുഞ്ഞിലെ ഞാനും അനിയനും കസിൻസും ഒക്കെ എഴുന്നേൽക്കാൻ താമസിക്കുമ്പോൾ പറഞ്ഞു തരും രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ പഠിക്കാൻ നല്ല ബുദ്ധി കിട്ടും, പഠിക്കുന്നത് തലയിൽ കയറും, പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസമാണ്, വാക്കിങ്ങിന് പോകുന്നതൊക്കെ നല്ല രസമാണ് എന്നൊക്കെ പറയും. പക്ഷേ എത്ര പറഞ്ഞാലും നമ്മളൊരു ലൈഫായി നമുക്ക് ആ ഒരു ചേഞ്ച് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് ആ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. അല്ലാതെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഉപദേശം എന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവരെ കാണിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഒരു ആ ഭംഗി നമുക്ക് മനസ്സിലായി, ആ ഒരു സുഖമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കറക്റ്റാണല്ലോ എന്നൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ അറിയുമ്പോൾ സത്യത്തിൽ ആ അപ്പൂപ്പന്മാരും അമ്മമാരും ഒന്നും ഇല്ല കേട്ടോ, നിങ്ങളൊക്കെ പറഞ്ഞത് കറക്റ്റാണ്, അതൊക്കെ ശരിയാ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം അവർ 4 പേരും ഇല്ല. ഞാൻ അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ അപ്പുറത്ത് ഇത്തായി അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ കുറച്ച് സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. മിക്കവാറും ഏതെങ്കിലും അയലത്ത് ആരെങ്കിലും എഴുന്നേൽക്കാതുണ്ടെങ്കിൽ ഞങ്ങളുടെ സൗണ്ട് കേട്ട് എഴുന്നേറ്റ് കാണും. എങ്ങനെ സ്കൂളിൽ പോവാതിരിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 പിള്ളേരാട്ടോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇനി അധികം കറങ്ങി അടിച്ച് ഇവിടെ നിൽക്കുന്നില്ല. ഇപ്പോൾ ഒരു 6:30 ആയി സമയം. ഞാൻ ഇനി അവന്മാരെ പയ്യെ വിളിച്ചുണർത്തി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കട്ടെ. അത് മാത്രമല്ല, സ്കൂളിൽ പോകാൻ നേരത്ത് പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന പല അസുഖങ്ങളും വയ്യായികകളും ഒക്കെ അവർക്കുണ്ട് കേട്ടോ. അതിന് നല്ല ഒറ്റമൂലികൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അവർ മടിയില്ലാതെ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഞാൻ അവരെ വിളിക്കട്ടെ. ഞാൻ ഈ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കുന്നത് അഭിയോ എല്ലാം പിടിച്ച് കിടപ്പുണ്ടോയെന്ന് കേട്ടോ.
അഭിയും ആദ്യത്തെ തവണ ഒരു 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊരു 7, 8, 9 എണ്ണമൊക്കെ പിടിച്ചു കേട്ടോ. 8, 9 എണ്ണമൊക്കെ കിട്ടി. നല്ല ടേസ്റ്റായി ജ്യൂസ് അടിച്ച് കുടിക്കാൻ. ഞാൻ നോക്കിയത് അതിനകത്ത് വല്ല ബാലൻസ് ഉണ്ടോയെന്ന്. പിന്നെ ഇത് പച്ചക്കറി കടയിൽ നിന്ന് കൊണ്ടുവന്ന പുതിനയ്ക്കകത്തുനിന്ന് 1, 2 തണ്ടെടുത്ത് ഞാൻ കുത്തി വെച്ചതായിട്ടോ. ഇതിപ്പോൾ ആന പോലെ തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഞാൻ കട്ടിങ്സ് എടുത്ത് വെച്ച് കിളിപ്പിച്ച കേട്ടോ. എല്ലാം നല്ല തഴച്ച് വളർന്ന്. അതിനകത്ത് ആ റബ്ബർ പ്ലാന്റ് മാത്രം ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ കുറച്ച് നാളായിട്ട് പറയുന്നു ഇതൊക്കെ മാറ്റി നടണമെന്ന്. ഇനി എന്തായാലും മാറ്റി നടണം. ആ സൗണ്ട് കേട്ടില്ലേ? എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലപോലെ കിളിയും കാക്കയും ഒക്കെ കരയുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ, നല്ലപോലെ. പിന്നെ അമ്പലത്തിൽ രാവിലെ ഇടുന്ന പാട്ടും ഒക്കെ കേൾക്കാം. പിന്നെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് കേൾക്കാത്തത്. നല്ല രസമുണ്ട് കേട്ടോ, അമ്പലത്തിലെ പാട്ടും രാവിലെയും തണുപ്പും പിന്നെ ആ കിളിയുടെ സൗണ്ടും എല്ലാം കൂടെ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി അധികം പറയുന്നില്ല, ദേ 6:30 ഞാൻ പോട്ടെ. നല്ലപോലെ നേരമൊക്കെ വെളുത്ത് സമയം 6:30 എന്നാലും വേറെ ആരും എഴുന്നേക്കാത്തത് കൊണ്ട് ഞാൻ ഈ ഫ്രണ്ടിലെ ഡോറൊന്ന് അടച്ചിട്ട് അടുക്കളയിലേക്ക് പോവാം കേട്ടോ. ഇത് നിങ്ങളെന്നും കണ്ട് ബോറടിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും രാവിലെ ഞാൻ ചെയ്തു വെക്കുക കേട്ടോ. എനിക്ക് ഇന്നത്തേക്കുള്ള ഒരു ബൗള് തൈര് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് തണുപ്പാറാനായിട്ട്. എന്നിട്ട് നാളത്തേക്ക് വേണ്ടി ഉറയൊഴിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ഈ കഴുകി വെച്ച നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലേ, ആ നോൺ സ്റ്റിക്ക് നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ഞാനെടുത്ത് കബോർഡിൽ വെക്കുന്നത്. പക്ഷേ അതൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ വെള്ളപ്പൊടി പോലെ എന്തോ ഒരു ചെറിയ പൂപ്പൽ പോലെ ഇങ്ങനെ ഇരിക്കാം. ഞാൻ നന്നായിട്ട് ഉണക്കിയാണ് വെക്കുന്നത്, നല്ല ഉണങ്ങിയാണ് വെക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ ഇനി ഒന്ന് ചൂടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് ചൂടാക്കാമെങ്കിൽ ഇങ്ങനെ വരുമോ എന്നറിയാമല്ലോ. അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് നോക്കണം. എന്തായാലും ഞാൻ എൻ്റെ പടച്ചട്ടയൊക്കെ എടുത്തിട്ടു. ഇതില്ലാതെ ഒരു അടുക്കളയിൽ ഒരു ജോലി എനിക്കില്ല കേട്ടോ. കാരണം ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലും എത്രയൊക്കെ ശ്രദ്ധിച്ചാലും എന്തെങ്കിലും ഒരു അഴുക്കോ മസാലയോ എന്തെങ്കിലും സാധനം എൻ്റെ ദേഹത്ത് പറ്റും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ എൻ്റെ ആടയാഭരണമൊക്കെ എടുത്തിട്ടിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നാലേ ഡ്രസ്സ് ഇതേപോലെ തന്നെ നിൽക്കത്തുള്ളൂ കേട്ടോ. ഈ വീട്ടിൽ വന്ന സമയത്ത് ആദ്യമൊക്കെ ഈ വീട്ടിൽ എത്ര ജനലുണ്ടോ അതെല്ലാം ഞാൻ രാവിലെ എഴുന്നേറ്റ് തുറന്നിടുമായിരുന്നു കേട്ടോ. എവിടെയൊക്കെ ജനലുണ്ടോ അവിടെ എല്ലാം തുറന്നിടുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും വേറെ ആരെങ്കിലും ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ പറയും കേട്ടോ, ഇതെല്ലാം കൂടെ എപ്പോൾ അടയ്ക്കും, അതിനുവേണ്ടി വേണമല്ലോ കുറച്ച് സമയമെന്ന്. പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ വെട്ടവും വെളിച്ചവും അകത്തോട്ട് കയറണം. എനിക്ക് ലൈറ്റ് ഇടാതെ തന്നെ നല്ല വെളിച്ചമായിരിക്കണം നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ. അങ്ങനെയാണ് ഇത്ര അധികം ജനൽ വെച്ചതും. അതൊക്കെ വൈറ്റ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വെളിച്ചം തോന്നും, ഒരു ലൈറ്റായിട്ട് തോന്നും എന്നൊക്കെ വെച്ചാണ് വെള്ളയും കൂടെ ആക്കിയത് കേട്ടോ. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് പൊടി അടിച്ച് കയറാൻ തുടങ്ങി. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ലപോലെ പൊടി കയറുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം അങ്ങനെ തുറന്നിടുന്നില്ല. എന്നാലും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ അടുക്കള നിൽക്കുന്ന സമയത്ത് ആ 4 ജനലും തുറന്നിട്ടിട്ടാണ് ഞാനിങ്ങനെ ജോലി ചെയ്യുന്നത് കേട്ടോ. മറ്റേ എന്തോ ഒരു വീർപ്പ് മുട്ടൽ പോലെയാണ് ഇതിങ്ങനെ മൊത്തം അടച്ചു മൂടി കിടക്കുമ്പോഴേ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നും. മുട്ട റോസ്റ്റിന് കടുക് വറുക്കാൻ വെച്ചതായിട്ടോ. പക്ഷേ ഇപ്പോൾ പറ്റത്തില്ല. കാരണം ഹസ്ബൻഡെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരണം. കോട്ടയത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുണ്ട്, അവിടം വരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ഞാൻ വരും. വന്നിട്ട് ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. കാരണം അതിനൊക്കെ നിന്നാൽ ഇനി സമയം പോവും. ഇതുവരെ 2 പേരും എഴുന്നേറ്റില്ല. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് അവന്മാരെയും കൂടെ വിളിക്കണം. ഇതിപ്പോൾ ആദുവിനെ കൊണ്ട് തീറ്റിക്കുന്നത് കേട്ടോ ഭയങ്കര പാട്. ആദു ഒരു കഷ്ണം ഉള്ളിയിട്ട് ആഹാരം പോലും കഴിക്കത്തില്ല കേട്ടോ. കഴിക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ വാരിക്കൊടുത്ത് നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ കഴിക്കും. പക്ഷെ അത് വലിയ വിമ്മിഷ്ടപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കഴിക്കുന്നത്. അവൻ പച്ചയ്ക്ക് ഇങ്ങനെ ഉള്ളി സ്ലൈസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ കറിയിലിടുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഐഡിയ എന്ന് വെച്ചാൽ നമ്മുടെ അഫ്ഗാനി മുട്ടക്കറി എന്ന് പറഞ്ഞ ഒരെണ്ണം ഒരു സമയത്ത് വൈറലായല്ലോ. അതാകുമ്പോൾ എല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്ത് മറ്റേ ഗ്രേവി പരുവം സ്മൂത്തായിട്ട് ഇങ്ങനെ അരയ്ക്കുകയാണെങ്കിൽ അത്രയ്ക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിരുന്ന് കുഴച്ച് നല്ലപോലെ കഴിക്കാൻ നല്ല അഭിപ്രായവും പറയും. പക്ഷേ എനിക്ക് ഇന്ന് സമയമില്ല കേട്ടോ. ഇന്ന് ഞാനിങ്ങനെ കൊണ്ടുപോയി വിടാനും കൂടെ പോയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് സമയമില്ല. ഞാനിങ്ങനെ വഴറ്റി അങ്ങനെ സാധാരണ രീതിയിൽ ചെയ്യുകയാണ്.
സാധാരണ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിഞ്ഞ് വരും കേട്ടോ. നോക്കി വാങ്ങിക്കുക എന്ന് വെച്ചാൽ നോർമലായിട്ട് എന്താണോ സ്ഥിരമായിട്ട് എടുക്കുന്നത് അത് തന്നെ ഇഞ്ഞെടുത്തുകൊണ്ട് പോരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം തൊട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസം എന്തൊക്കെ കറി വേണം എന്നുള്ളത്, അതായത് ഫിഷ് ചിക്കൻ കട്ട് ചെയ്തിട്ട് ബാലൻസ്. ഇപ്പോൾ ഫിഷും ചിക്കനും നമുക്ക് അത് മീലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. കാരണം ചില ദിവസം നമുക്ക് കിട്ടാതെ വരും, അല്ലെങ്കിൽ ചില ദിവസം ചിക്കൻ ആയിരിക്കും. പിന്നെ അങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് അത് എഴുതുന്നില്ല. അല്ലാതെ പച്ചക്കറിയുടെ കാര്യത്തിൽ ഒരു ദിവസം ഒരു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ക്യാബേജ് ക്യാരറ്റ് തോരൻ, വേറൊരു ദിവസം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉള്ളപ്പോൾ ഒരു പുളിശ്ശേരി, അങ്ങനെ എന്തെങ്കിലും നമ്മൾ തീരുമാനിച്ച് വെക്കുകയാണെങ്കിൽ അതിലനുസരിച്ച് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പ്രാവശ്യം തൊട്ട് അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് വാങ്ങിക്കുമ്പോൾ എന്താ ഉള്ളത്, എല്ലാ പ്രാവശ്യവും ഒരു സാമ്പാറിന് കാണും, അല്ലെങ്കിൽ ഒരു തോരൻ, പിന്നെ ഒരവിയൽ, അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാ പ്രാവശ്യവും. തന്നെയും പിന്നെയും ഇതൊക്കെ തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം തൊട്ട് കറക്റ്റായിട്ട് ഒരാഴ്ചത്തേക്കുള്ള എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് എഴുതി വെക്കാം. അപ്പോൾ നമുക്കൊരു മടുപ്പും വരത്തില്ല. ഒരാഴ്ച ഒരു വെറൈറ്റി കുറച്ച് കറികൾ ഇരുന്ന് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്ത് അങ്ങനെ എഴുതാം. എന്നിട്ട് അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു മടുപ്പും വരത്തില്ല. പുതിയ ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് അതിൻ്റെ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ 1-2 ഐറ്റവും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി സാധാരണ നോർമലായിട്ടുള്ള കാര്യവും കൂടെ പെടുത്തിയിട്ട് അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം അങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരേ സാധനം തന്നെ സെയിം വാങ്ങിക്കുമ്പോൾ ഒരു വെറൈറ്റി ഇല്ലല്ലോ. എല്ലാം നമുക്ക് കറിക്കകത്ത് പരീക്ഷിച്ച് നോക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ചില ചാനലുകളൊക്കെ ഉണ്ടല്ലോ, ഫുഡ് കഴിക്കുന്ന ചാനലുകൾ. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ എന്തെല്ലാം വെറൈറ്റി കറികളാണെന്നറിയോ. എന്നാൽ നമ്മൾ കിട്ടുന്ന പച്ചക്കറി പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് അതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം തൊട്ട് ഇങ്ങനെ ഒന്ന് നോക്കാം, കറക്റ്റായിട്ട് എഴുതിക്കൊണ്ട്. അത് മാത്രമല്ല, എഴുതി വെക്കുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് നല്ലൊരു ഐഡിയയും കിട്ടും കേട്ടോ. കാരണം രാവിലെ എഴുന്നേറ്റ് വന്നിങ്ങനെ കണ്ണും തള്ളി എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥ മാറിയിട്ട് കറക്റ്റായിട്ടൊരു ഉത്തരം നമുക്കുണ്ടല്ലോ. അത് മാത്രമല്ല, പിന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം തന്നെ കേട്ടോ. അതൊരു പ്രത്യേക ധൈര്യം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് അരിമാവോ ദോശമാവോ അല്ലെങ്കിൽ അപ്പത്തിന് അരച്ച മാവോ ഒക്കെ കാണുക, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച കുറച്ച് പച്ചക്കറികൾ കാണുക, പിന്നെ എന്താ വെക്കണ്ടേ എന്നുള്ളൊരു തീരുമാനം വരിക. അതൊക്കെ നല്ലൊരു ഐഡിയ കേട്ടോ, നല്ലൊരു ഐഡിയ അത്. നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്തൊരു വെപ്രാണവുമായിരിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ കുറേ യൂട്യൂബ് ചാനലുകൾ അതിനെ സഹായിച്ചിട്ടുമുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തർ മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. ഇങ്ങനെ കുറച്ച് ഐഡിയകൾ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ചാനലുകൾ നമുക്ക് സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആദവും സിദ്ധുവും പോയി കേട്ടോ. രണ്ടുപേരെയും ഞാൻ ബസ് കയറ്റി വിട്ടു. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ അവരെ രണ്ടുപേരെയും വിട്ടിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വിശാലമായിട്ടിരുന്ന് ചായ കുടിക്കും സുഖമായിട്ട്. എന്നിട്ട് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് അവരെ വിട്ടിട്ട് വന്ന് എൻ്റെ ആഹാരം കഴിക്കുക കേട്ടോ. എൻ്റെ ആഹാരം കഴിച്ചിട്ട് ഒരു ബൗൾ തൈര് ഞാൻ മാറ്റി വെച്ചല്ലോ തണുപ്പാറാനായിട്ട്, അതും കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം ചുമ്മാതെ എനിക്ക് വേണ്ടത് ചെയ്യാമെന്നല്ല കേട്ടോ, എന്നെ അടിപൊളിയായിട്ട് നോക്കുക, പിന്നെ എന്നെ സൂപ്പറാക്കി എടുക്കുക, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുക, അങ്ങനെയൊക്കെ തീരുമാനിച്ചൊരു റെസൊല്യൂഷനാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കറക്റ്റ് സമയത്ത് ആഹാരം കഴിച്ചത്, കറക്റ്റായിട്ട് ആ ഒരു ബൗൾ തൈര് കുടിക്കുന്നത്, പിന്നെ വെള്ളം നിറച്ച് വെച്ച് കുടിക്കാൻ ശ്രമിക്കുന്നത് ഒക്കെ ആ ഒരു റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് കേട്ടോ. കറക്റ്റ് ആ ഒരു വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഏതിനും ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യം കേട്ടോ. അത് നമ്മുടെ പച്ചക്കറി വാങ്ങിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല,
എന്ത് കാര്യത്തിലും, ഒരു ചെറിയ കാര്യത്തിലായാൽ പോലും തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് ചെയ്യുക എന്ന് പറയാൻ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് വരും. ഇല്ലാത്ത പക്ഷം നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. നമ്മൾ ഒരുമാതിരി താളം തെറ്റിയ ഒരു അവസ്ഥയിൽ ലൈഫ് പോകും. വരുന്നിടത്ത് വെച്ച് കാണാം എന്നല്ലാതെ നമുക്കൊരു കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയം പോവും, വേസ്റ്റായി പോവും സമയം. ഒന്നും നമുക്കൊരു യൂസ് ചെയ്യാൻ പറ്റാത്ത, ഒരു പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റാത്ത രീതിയിൽ വെറുതെ നമുക്ക് സമയം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ടോ പിന്നെ കിട്ടാത്ത സമയത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. അത് മാത്രമല്ല, ലൈഫ് അടിപൊളിയാക്കാൻ ഒരു പ്ലാനിങ് ഉള്ളത് ഇത്രയും നല്ലതാണ് കേട്ടോ, ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ കൂടുതലായിട്ടും മീൽ പ്ലാനിങ്, പ്രെപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴാണ് കേട്ട് തുടങ്ങിയതെന്നല്ല, നമ്മൾ പല ചാനലുകളിലും കൂടെയും നമ്മൾ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയത്താണ്. പക്ഷേ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ ഇതേപോലെ പ്ലാനിങ് ഉള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ. എൻ്റെ അമ്മൂമ്മ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് അമ്മൂമ്മ എഴുന്നേൽക്കും, അപ്പൂപ്പനും എഴുന്നേൽക്കും. അവർ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു വീട്ടിലായിരുന്നു കേട്ടോ. അതായത് കുടുംബത്ത് തന്നെ അപ്പച്ചിയും മക്കളും മാമനും താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത് തന്നെ, ചേർന്ന് തന്നെ വേറൊരു വീട്ടിൽ അവർ പ്രത്യേകമാണ് താമസിച്ചിരുന്നത്. അവർക്ക് അങ്ങനെ താമസിക്കണം, അതായിരുന്നു അവരുടെ ഇഷ്ടം. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് അവരുടെ ഇഷ്ടത്തിന് താമസിക്കണം എന്നുള്ളത് കൊണ്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേറ്റിട്ട് അവർ കറക്റ്റ് ഒരു ചിട്ടയായിട്ടോ, ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അങ്ങനെ പോവില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എന്ന് പറയില്ലേ, അതേപോലെ കറക്റ്റ് 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേറ്റ് കറക്റ്റ് 7 മണിയാകുമ്പം അവർ ഫുഡ് കഴിക്കും രണ്ടുപേരും. അപ്പം 4 മണിക്ക് എഴുന്നേറ്റ് ആദ്യം അമ്മൂമ്മ ചെയ്യുന്നത് ചായക്ക് വെക്കും. ചായ ഉണ്ടാക്കിയിട്ട് അമ്മൂമ്മ അടുപ്പിലാട്ടോ, വിറകടുപ്പിലാണ് ചെയ്യുന്നത്, ഗ്യാസൊന്നുമില്ല അന്നത്തെ സമയത്ത്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു കുറേ വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അമ്മൂമ്മ വിറകടുപ്പിൽ ചായക്ക് വെക്കും. ചായക്ക് വെച്ചിട്ട് ചായ എടുക്കുന്ന അതേ അടുപ്പിൽ അമ്മമ്മ തലേന്ന് തന്നെ വെള്ളം കലത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കലം എടുത്ത് അടുപ്പിലോട്ട് വെക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ചോറാവും. എന്നിട്ട് ആ ചോറങ്ങോട്ട് മാറ്റി കഴിയുമ്പം അതിനകത്ത് ഒരു കറിക്കുള്ളത് വെക്കും, അപ്പുറത്തടുപ്പിൽ വേറൊരു കറിക്ക് വെക്കും. എന്നിട്ട് കറക്റ്റ് ഒരു 8 മണിക്ക് മുമ്പ് ഒരു 7-7:30 ആകുമ്പോഴേക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. കറക്റ്റ് 12:30 എന്ന് സമയം അടിക്കുമ്പോൾ അവർ ചോറുണ്ടിട്ടുണ്ടാവും കേട്ടോ, ഊണ് കഴിയും. 12:30 എന്ന് പറയുന്നത് 12:45 പോലും ആവില്ല, അവർ രണ്ടുപേരും കഴിക്കും. 3 മണിക്ക് ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിൽ 3-3:30 ചോറുണ്ടെന്ന സമയത്ത് 3 മണിക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും വല്ല സ്നാക്സോ എന്തെങ്കിലുമായിട്ട് ചായ കുടിക്കും. കറക്റ്റ് ചിട്ട. ഞാനപ്പോൾ ഇപ്പോൾ ആലോചിക്കും, ഇപ്പോഴാണല്ലോ മീൽ പ്ലാനിങ്ങും പ്രെപ്പിങ്ങും ഒക്കെ തുടങ്ങിയത്. ഇതൊന്നും ആലോചിക്കാത്ത ഒരു സമയത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കറക്റ്റായിട്ട് ഇത് ചെയ്യും കേട്ടോ. അവർ രണ്ടുപേരോടുള്ള ലൈഫും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. നല്ല അടുക്കും ചിട്ടയും വൃത്തിയും ക്ലീനിങ്ങും എല്ലാ കാര്യത്തിലും ആ ഒരു ടൈമിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് എന്തോ ഒരു ഇമോഷണലായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഒന്ന് കാണണം എന്ന് നമുക്കൊരു കൊതി തോന്നിയാൽ പോലും ഇനി തിരിച്ചു കിട്ടാത്ത കുറേ കാര്യങ്ങളത് കേട്ടോ. ആരായാലും, അവർ മാത്രമല്ല ആരായാലും നമുക്ക് ആ ഒരു ഇനി അത് ഓർക്കുമ്പോൾ ആ ഒരു ഓർമ്മ എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഓർക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അതൊക്കെ പോട്ടെ. നിങ്ങളതിനിടയ്ക്ക് എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ കണ്ടോ? എനിക്ക് ആകെ ഉള്ളത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ പച്ചമുളകും നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് കോവയ്ക്കയും 1 ടിൻ മാവും തൈരും, അത് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്കിനി പോയി വാങ്ങിക്കണം. സാധാരണ ഹസ്ബൻഡാണ് പോയി പച്ചക്കറി വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് പുള്ളിക്കാരൻ ഒരു വീട്ടിലേക്ക് നോർമലായിട്ട് വേണ്ട സാധനങ്ങളെല്ലാം പോയി വാങ്ങിക്കും. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം തൊട്ട് ഈ പ്ലാൻ ചെയ്ത പോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കണം. ഒരാഴ്ചത്തേക്ക് വേണ്ടി അതിനുള്ളൊരു പ്ലാനിങ്ങും ചെയ്യണം കേട്ടോ. അടുത്ത എൻ്റെ പരിപാടിയാണ്
ഗ്രോസറി ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുക. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സ് ആയത് കേട്ടോ, വലിയൊരു ബോക്സാണ്. നിങ്ങൾ ഈ കാണുന്ന സൈസല്ല കേട്ടോ, ഫോണിൽ കാണുന്ന സൈസല്ല, നല്ല സൈസുണ്ട്. അതിന് ഒരു 800 രൂപയോ അത്ര എങ്ങാണ്ടായി. അത് ഞാൻ നോക്കി നമ്മുടെ അടുത്തൊരു കടയിൽ പോയി വാങ്ങിച്ചതാണ്. നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ, നല്ല ആഴത്തിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനകത്തുനിന്ന് വേണ്ട സാധനങ്ങൾ തീരുന്ന സാധനങ്ങൾ എടുത്താൽ ഫില്ല് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് അറിയുകയും ചെയ്യാം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ ബോക്സ് നോക്കിയാൽ മതിയല്ലോ, ഒറ്റ ബോക്സ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ടാണ് ഞാൻ വേണ്ടതെല്ലാം എടുത്തു വെക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്ന സാധനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, തീരാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. അതൊക്കെ തീർന്നിട്ട് പയ്യെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഫില്ല് ചെയ്യൂ. അല്ലാതെ ഉപയോഗിച്ച പാത്രത്തിൽ അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ഇടാറില്ല കേട്ടോ ഒരു സാധനവും. അത് ഒരു ചെറിയൊരു കടുകോ മഞ്ഞപ്പൊടിയോ ജീരകമോ ഒക്കെ ആയാൽ പോലും ആ ഒരു തവണ ഉപയോഗിച്ച് ആ പാത്രം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഉണങ്ങിയ ശേഷം മാത്രമാണ് ഞാൻ അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിടുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും. ഏത് ബോട്ടിലായാലും കുപ്പിയായാലും പ്ലാസ്റ്റിക്കോ അളുങ്കോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പാത്രമൊക്കെ തീർന്നിട്ട് അതും കൂടെ കഴുകിയിട്ടേ ഞാൻ നമ്മൾ കൊണ്ടുവന്ന പുതിയതൊക്കെ എടുത്ത് വെക്കുകയുള്ളൂ. പക്ഷേ എനിക്കൊരു കുഞ്ഞൊരു ഡപ്പയും കൂടെ വാങ്ങിക്കണമെന്നുണ്ട് കേട്ടോ. ഡപ്പ മീൻസ് ആ ബോക്സ് ഉണ്ടല്ലോ, നമ്മളൊക്കെ പറയുന്നത് ഡപ്പ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊരെണ്ണം എനിക്ക് ചെറുതൊരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട്. കാരണം ഈ ഉലുവ, ജീരകം, കടുക്, കുരുമുളക് ഒക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ഇല്ലയോ. അപ്പോൾ ഈ വലിയ കടല, ഗ്രീൻ പീസ്, ഉഴുന്ന്, പയറ് അതിൻ്റെയൊക്കെ ഇടയിൽ പോയ ഇവന്മാരെ കണ്ടു കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് എനിക്കൊരു കൊച്ചു ബോക്സ് വാങ്ങിക്കണമെന്നുണ്ട്, ഇവരെ മാത്രം ഇടാനായിട്ട്. ആ അവലിൻ്റെ പാക്കറ്റ് മാത്രം ഞാൻ പൊട്ടിച്ച് വെച്ചിരുന്നേ കേട്ടോ. മറ്റേ നമ്മൾ അപ്പത്തിനുള്ള മാവ് അരച്ചല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു ദിവസത്തേക്ക് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ പൊട്ടിച്ചിട്ട് ഞാൻ റബ്ബർ ഇട്ടിട്ട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഫില്ല് ചെയ്തത്. ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ അവരുടെ ചാനൽ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ അരി കുതിർത്തിട്ട് ഈ അവലും കുറച്ച് ഈസ്റ്റും, അത്യാവശ്യം ഇച്ചിരി ഈസ്റ്റ്, ഒരുപാടാവണ്ട, ഈസ്റ്റും പിന്നെ ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ, ഒരു സ്പൂണ് അത്രയൊക്കെ മതി. അത്രയും കൂടെ ചേർത്ത് അരച്ച് നോക്കൂ, നല്ല അടിപൊളിയായിട്ടോ. നമുക്ക് തേങ്ങ ലാഭവുമാണ്, തേങ്ങയ്ക്ക് നല്ല വില കൂടിയ സീസണാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഏകദേശം എൻ്റെ ഗ്രോസറി റീഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അവിടെ ഇവിടെയും കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ആ ബോട്ടിലൊക്കെ ഫില്ലായിരിക്കുകയാണ്, കുറച്ചുകൂടെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിടാം. പിന്നെ എന്താണ്, സത്യം പറഞ്ഞാൽ ഇപ്പം അതിന് മോക്ഷം കിട്ടി കേട്ടോ. കുറേ ദിവസമായി അതിനകത്ത് സഞ്ചിയിലൊക്കെ സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. ഒരു 2-3 ദിവസമായി. ഇപ്പോൾ അതിന് ശാപമോക്ഷം കിട്ടിയതേണ്ടേ കബോർഡിനകത്തോട്ട് കയറി. കുറേ ആയി, കുറേ പേര് പറയുന്നു ഈ പാത്രങ്ങളുടെയൊക്കെ ഒരു റിവ്യൂ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, സോറി കേട്ടോ. ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ, ഇനി മറക്കത്തുമില്ല. ഇനി ഞാനൊരു ഒരു എക്സ്ക്യൂസ് ഞാൻ പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഈ കണ്ടിരിക്കുന്ന ബോട്ടിൽസും പിന്നെ നമ്മുടെ ക്രോക്കറി പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക്, പിന്നെ കാസ്റ്റ് അയൺ, അതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ചെറുതായിട്ട് ചുമ്മാ അതൊന്ന് പറഞ്ഞൊരു വീഡിയോ. അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് എത്രയും പെട്ടെന്നൊരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള മസാലയൊക്കെ നിറയ്ക്കുക. ഞങ്ങളിവിടെ ചിക്കൻ മസാല എടുക്കുമ്പോൾ ഈസ്റ്റേൻ്റെ ആയിട്ട് എടുക്കുന്നത്. ഈസ്റ്റേൻ്റെ മസാല നല്ല മസാലയാണ്, നമുക്കൊരു കുത്തുന്ന ഒരു ടേസ്റ്റോ ചെവയോ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. നല്ല അടിപൊളി മസാലയാണ്. ചിക്കൻ മസാല വാങ്ങിക്കുമ്പോൾ അതാണ് വാങ്ങിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഈസ്റ്റേൺ കമ്പനിക്കാർ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല, അത് വേറെ കാര്യം. എനിക്ക് ഒട്ടും മടുപ്പില്ലാത്ത ഒരു ജോലി കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് പൊടി തുടച്ച് ഇങ്ങനെ പുതുമയാക്കി നല്ല ഭംഗിയിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതിനൊരു മടി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഒരു ബോറടി പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ കബോർഡിലിരിക്കുന്ന കുപ്പികളൊക്കെ എടുത്ത് കഴുകി പൊടിയൊക്കെ തട്ടി തുടച്ച് ഒന്നും കൂടെ ഒരു പുതുമയാക്കി ഇതൊക്കെ റീഫില്ല് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. എനിക്കതുകൊണ്ട് വലിയ മടി ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഇത് ഈ പൊടിയുണ്ടോ, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് പീതാംബരി എന്നാണ് കേട്ടോ. പീതാംബരി നമ്മുടെ വിളക്ക് തേക്കുന്ന പൊടിയാണ്. വിളക്ക് മാത്രമല്ല, അവർ പറയുന്നത് പിന്നെ നമ്മുടെ അലൂമിനിയം, പിന്നെ ഇരുമ്പ് പാത്രങ്ങൾ, പിന്നെ നമ്മുടെ സിങ്കിൻ്റെ ടാപ്പ് അങ്ങനെയൊക്കെ കഴുകാം, അതൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാനിതൊരു വിളക്ക് തേക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോവുക കേട്ടോ. ഓരോ വീട്ടിൽ ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് പുളി, നാരങ്ങ, സോപ്പ്, മണ്ണ് അതൊക്കെ ചേർത്ത് ഇങ്ങനെ വിളക്ക് കഴുകുമല്ലോ. മണ്ണ് മീൻസ് നമ്മുടെ കട്ടപ്പൊടി ഉണ്ടല്ലോ, കട്ടപ്പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കഴുകും. പക്ഷേ ഈ നാരങ്ങ ചേർത്തുന്നതുകൊണ്ടാണോ പുളിയുടെ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ വിളക്ക് വരും. പക്ഷേ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു രൂപമേ മാറിയിട്ട് എന്തൊക്കെയോ ഒരു പാച്ച് വർക്ക് പോലെ അവിടെയായിട്ട് എന്തോ ഒരു പാട് പോലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ മറക്കാതെ ചോദിച്ച് വാങ്ങിച്ചതാണ് ഈ പൊടി. ഞാൻ ചോദിച്ചത് വിളക്ക് തേക്കുന്ന ഏതെങ്കിലും പൊടി ഉണ്ടോയെന്നേ ചോദിച്ചുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ഇതാ, നല്ലതാണെന്നാണ് പറഞ്ഞത്. അതിനൊരു അടിപൊളി മണവുമായിട്ടോ. എന്തൊരു മണമാണെന്നറിയോ, നല്ല കളറുമാണ്, നല്ല പിങ്ക് കളറാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ബോട്ടിലിട്ട് വെക്കാമെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയോ. നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിനകത്ത് ഏതോ ഒരു ക്ലിപ്പിലുണ്ടത് കാണിക്കുന്നത്, നല്ല നല്ല പിങ്ക് കളറ്. അത് മാത്രമല്ല അതിൻ്റെ മണം ഭയങ്കര മണം. അത് തുറന്നതിൻ്റെ ഒരു മണം ഒരു വൈകുന്നേരം ആയപ്പോൾ വരെ അത്രയും മണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ആ ഒരു സ്ഥലത്താണ് എൻ്റെ വാഷിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. കുളിക്കുന്ന സോപ്പ്, പിന്നെ നമ്മുടെ ഇത് മണത്തിനുള്ള സോഫ്റ്റ് ടച്ച്, കംഫർട്ടർ, സോപ്പ് പൊടി, വാഷിംഗ് മെഷീൻ ലിക്വിഡ്, ഹാൻഡ് വാഷ്, പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ്, അതൊക്കെ അവിടെ കേട്ടോ. അവിടെ അടുക്കി ആ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. അതാവുമ്പോൾ അവിടെയും ഇവിടെയും കിടന്ന് ഓടേണ്ട കാര്യമില്ല, ഒരിടത്ത് തപ്പിയാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ ചന്ദനത്തിരി, പിന്നെ വിളക്കെണ്ണ അതൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയാണ്. പിന്നെ ഞാൻ നിന്ന് ഇങ്ങനെ വായ്പൊളിച്ച് നിൽക്കുന്നത് എന്താണെന്നറിയാമോ, ഈ ഭാഗത്ത് മേളിലും താഴെയായിട്ട് 7 പാത്രങ്ങൾ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. 7 കണ്ടെയ്നർ മേളിൽ, 7 കണ്ടെയ്നർ താഴെ. അപ്പം എനിക്ക് ഒരെണ്ണത്തിനും കൂടെ വെക്കണം, അതായത് മൈദ നിറച്ചത് വെക്കണം. പക്ഷെ ഞാനിനി എന്ത് ചെയ്യും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു വറ്റൽമുളകിൻ്റെ കണ്ടെയ്നർ എടുത്തതാട്ടോ, അത് മാറ്റിയിട്ട് മൈദ വെക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ മാറ്റാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പാചകക്കാരൻ വരുമ്പോൾ ആദ്യം തിരക്കുന്നത് വറ്റൽമുളകാണ്. പുള്ളിക്ക് വറ്റൽമുളകില്ലാത്തൊരു പാചകം ചിന്തിക്കാനേ വയ്യ. വറ്റൽമുളകിൽ എന്തോ ഒരു കൈവശം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം വന്നെടുക്കുന്നത് വറ്റൽമുളകും കടുകൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ച്, കാരണം സ്ഥിരമായിട്ട് എടുക്കുന്നതായതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈദ മാറ്റി വേറൊരു സ്ഥലത്ത് വെച്ച് കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി ഉണ്ട്. ഇത് ഞാൻ ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് വെളുത്തുള്ളി. 2 കവറുണ്ടായിരുന്നു. ഇനി ഇരുന്നാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, വെളുത്തുള്ളി ഇങ്ങനെ ഉണ്ടയായിട്ടിരുന്നാൽ വെളുത്തുള്ളി ചത്തുപോകും എന്നാണ് പറയുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. സത്യത്തിൽ വെളുത്തുള്ളി ചീത്തയായി പോവും, അത് കറക്റ്റാണ് പറയുന്നത്. ഒരു കറുത്ത കളർ പോലെ വന്ന് ചീത്തയായി പോവും. പക്ഷേ ഇങ്ങനെ ഇതളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇടുകയാണെങ്കിൽ കുറേ കാലം കിടക്കും. അപ്പോൾ അമ്മൂമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ പറയുന്നത് അങ്ങനെ ഇടരുത്, വെളുത്തുള്ളി ചത്തു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയെ അധികം അവിടെ കിടത്തി കൊല്ലാതെ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് വൃത്തിയായിട്ട് പൊളിച്ചെടുക്കാം കേട്ടോ. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നത് വളരെ കുറവാണ്. ഞാൻ അഥവാ അങ്ങനെ മെനക്കെട്ടൊരു പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാനത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മറ്റേ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറേ കാലത്തേക്കുണ്ട് കേട്ടോ. ഒരു 2-2.5 മാസം എന്തായാലും കാണും. കാരണം വെളുത്തുള്ളി നമ്മൾ അധികം അങ്ങ് അരച്ച് കുറുക്കി കറിക്കകത്ത് ചേർക്കുന്നില്ലല്ലോ, തോരനോ ചിക്കനോ ഒക്കെ ആയിരിക്കും. എന്തായാലും ഒരു 2 മാസമൊക്കെ കാണും. പിന്നെ ഈ ചിക്കനെങ്ങാനും കുറച്ചധികം നമ്മൾ വാങ്ങിക്കുന്ന ദിവസമാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു സമയം പറയാൻ പറ്റത്തില്ല എത്ര നാൾ നിൽക്കുന്നുള്ളൂ. ചിക്കന് കുറച്ചധികം വേണമല്ലോ ബാക്കി കറിയെക്കാട്ടിലും. പിന്നെ നമ്മൾ ചൂര അങ്ങനെ കുറച്ച് വലിയ മീനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ തീർന്നു പോകും. കുറേ അടുപ്പിച്ചെങ്ങാനും വാങ്ങിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാസം എന്തായാലും നിൽക്കും കേട്ടോ. ഇതിന് മുമ്പ് മറ്റേ ചൈനീസ് വെളുത്തുള്ളി ഉണ്ടല്ലോ, മറ്റേ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെളുത്തുള്ളി ഉണ്ട്.
അപ്പോൾ ആ ഒരു ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഈസി ആയിട്ടോ അടിപൊളിയായിട്ട് തൊലി ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് പോലെ ഇളകി വരും. പക്ഷേ ഇപ്പോൾ ആ കടയിൽ തിരക്കിയപ്പോൾ ഇല്ല, ആൾക്കാർക്ക് അത്ര ഒരു പിടുത്തമല്ലെന്നാണ് പറയുന്നത്. ചൈനീസ് വെളുത്തുള്ളി വലിയ ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ആർക്കും വേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. എനിക്ക് ടേസ്റ്റിനകത്തൊന്നും വലിയ വ്യത്യാസമേ തോന്നിയില്ല. പിന്നെ ഈ ആൾക്കാർക്ക് പൊതുവേ ഒരു തീരുമാനമുണ്ടല്ലോ, ഒരിടത്തു നിന്ന് വരുന്ന സാധനങ്ങളോട് എല്ലാത്തിനോടും ഒരു വിരക്തി എന്ന് പറയുന്നത് പോലെ ചൈനീസ് വെളുത്തുള്ളിയോട് വലിയൊരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എനിക്കെന്തായാലും ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല ഈസി ആയിരുന്നു, എളുപ്പത്തിന് പണി കഴിയുമായിരുന്നു. എനിക്ക് ഈ അടുത്തിടെയായിട്ട് തുടങ്ങിയ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു നോസ്റ്റു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ടി വി കാണാനിരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ആൽബം സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ 90s എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ഡ്യൂ ഡ്രോപ്സിലും മിസ്റ്റിലും ഒക്കെ വരുന്ന കുറച്ച് ആൽബംസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പരിപാടി. വേറെ ഒന്നുമല്ല, നമ്മൾ ആ പഠിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴും നമ്മൾ +2 സമയത്തൊക്കെ പഠിക്കുന്ന സമയത്താണ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ ഒരു പരിപാടി കാണാനായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ഞാനത് കേൾപ്പിച്ച് തരാം കേട്ടോ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ കറക്റ്റ് വൈബ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്ക് കാര്യം ഓർമ്മ വരുന്നത് എന്തോന്നറിയോ, ഞാൻ +1 +2 പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് അശ്വതി, താര, 2 പേര്. ഞങ്ങളിപ്പോഴും നല്ല കോണ്ടാക്ട്സ് ഉള്ളവരാട്ടോ. ഞങ്ങളിപ്പോഴും അതേപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അശ്വതി അവൾ കുറച്ച് ദൂരെ സ്ഥലത്താണ് വീട്, കരുനാഗപ്പള്ളി തന്നെ, ശാസ്താംകോട്ട, കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിലാണ് അവൾ. പിന്നെ ഞാനും താരയും ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലാട്ടോ, തൊട്ടടുത്തല്ല, കുറച്ചൊന്ന് നടന്നാൽ മതി, അത്രയ്ക്ക് അടുത്ത വീടുകളാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന സമയം മൊത്തം ഞങ്ങൾ ഇതേപോലുള്ള പാട്ടുകൾ, റൊമാൻറ്റിക് സിനിമകൾ, നല്ല അടിപൊളി പാട്ട്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് ഒന്നുകിൽ അവളെ കാണുന്നെങ്കിൽ അവൾ വിളിക്കും, ഞാനാണ് ആദ്യം കാണുന്നതെങ്കിൽ ഞാൻ വിളിച്ചിട്ട് പറയും, എടി വി ചാനലിൽ ഡ്യൂ ഡ്രോപ്സിൽ അല്ലെങ്കിൽ മിസ്റ്റിൽ ഒക്കെ ഞാൻ പറഞ്ഞ ആ പാട്ട് നടക്കുന്നത് കാണുമെന്നും പറഞ്ഞ് വിളിക്കും. അപ്പോൾ ഞങ്ങൾ 2 പേരുടെ ഇരുന്ന് കണ്ടിട്ട് ഞങ്ങൾ വിളിക്കും, ശരിയാടി നല്ല രസമുണ്ട്, പിന്നെ നീ പറഞ്ഞത് കറക്റ്റാണ്, നല്ല ഭംഗിയുണ്ട്, നടനെ കൊള്ളാം, നടിയെ കൊള്ളാം, ഡ്രസ്സിങ് കൊള്ളാം ഒക്കെ വിളിക്കും കേട്ടോ. ആ ഒരു കാര്യമൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. എന്തോ ഒരു ഗുഡ് ഫീലിങ്, എന്തോ ഒരു ഹാപ്പി, അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്കതൊക്കെ തോന്നുമ്പോൾ. അപ്പം ഞാനൊക്കെ ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഫാമിലി ആവട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളായിക്കോട്ടെ, നമ്മുടെ തിരക്കായിക്കോട്ടെ, ബിസി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളതിനിടയ്ക്ക് നമ്മുടെ പഴയ സമയത്ത് നമ്മുടെ ആ ഒരു ഫീലിങ്സൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നല്ലതല്ലേ? നമുക്കൊരു ഹാപ്പി മൂഡ് അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ? എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലെ പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിങ്സാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടിരുന്ന് കാണുമ്പോൾ ഞാനിതിങ്ങനെ അവൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, താരയ്ക്കും അശ്വതിക്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾമാർ പറയും, എടീ ഇത് നമ്മുടെ പഴയ പാട്ടല്ലൂടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വോയിസ് അയക്കുകയോ മെസ്സേജ് സെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും കേട്ടോ. പഴയ ഞങ്ങളുടെ നോസ്റ്റും അതൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേട്ട് നോക്കൂ. ആൽബംസ്, നമ്മുടെ സമയമൊക്കെ തിരിച്ചു വരട്ടെ, നമ്മുടെ പഴയ ടൈമൊക്കെ അതേപോലെ തന്നെ നമുക്ക് വരട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം സോങ് കാണിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.